ഹലോ, അങ്ങനെ ഞാനും ഉണ്ടാക്കി വീട്ടിലെ മണ്ണുകൊണ്ട് ക്ലേ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കുഴിച്ച് മണ്ണെടുക്കണം. മുകളിലത്തെ മണ്ണെടുത്തുകൂടാ, അടിയിലത്തെ മണ്ണെടുക്കണം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലോണം മണ്ണും വെള്ളവും ഒരു കോലിട്ട് മിക്സ് ചെയ്യാം. പിന്നീട് കൈ ഇട്ടിട്ട് അതിൽ നിന്നും വലിയ വലിയ കല്ലെല്ലാം എടുത്ത് മാറ്റാം. കയ്യിൽ കിട്ടുന്ന കല്ലെല്ലാം മാറ്റിയെടുത്ത ശേഷം നമുക്കൊരു തുണി ഉപയോഗിച്ച് ഇത് അരച്ചെടുക്കാം. ക്ലേ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ബക്കറ്റും വേറൊരു അരിപ്പ എടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. അരിപ്പന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇല്ലോണ്ട് ഞാൻ അരിപ്പെടുത്തത്. തുണി ആയാലും മതി. ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ തെളിഞ്ഞ വെള്ളം മുകളിലും മണ്ണ് അടിയിലും അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും. ഇതുപോലെ മുകളിലുള്ള തെളിഞ്ഞ വെള്ളം നമുക്ക് കോരിക്കളയാം. ഒന്നും കൂടി ചെറിയ അരിപ്പയിൽ അരച്ചെടുക്കാം. ഇപ്പോഴും അരച്ചെടുക്കുമ്പോൾ കുറച്ച് മണ്ണും കൂടി നമുക്ക് കിട്ടി. ഇനി നമുക്ക് വീണ്ടും 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ തെളിഞ്ഞ വെള്ളം മുകളിൽ നിൽക്കും. ആ തെളിഞ്ഞ വെള്ളം നമുക്ക് എടുത്ത് കളയാം. ഇപ്പോൾ ബക്കറ്റിലുള്ള ആ മണ്ണാണ് നമുക്ക് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്കൊരു തുണി എടുത്തിട്ട് ഈ മണ്ണ് ആ തുണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ദിവസം ഫുള്ളത് കിവി കെട്ടി വെക്കാം. പിന്നീട് ആ കെട്ടഴിച്ചിട്ട് ആ തുണിയിലൊന്ന് നമ്മൾ ഈ ക്ലേ പരത്തിയെടുക്കാം. പിന്നീട് നമുക്കിത് ഉണക്കാൻ വെക്കാം. നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ വെയിലിൽ വെച്ചാൽ മതി. ഞാൻ മഴക്കാലത്ത് ചെയ്തുകൊണ്ട് 2 ദിവസം വേണ്ടി വന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഫാനിൻ്റെ അടിയിലാണ് വെച്ചത്. എല്ലാം കുഴച്ചെടുക്കാം. ഇപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്ലേ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കാറ്റ് കൊള്ളാത്ത രീതിയിൽ 2 കവറിലായിട്ട് കെട്ടി വെക്കാം. അങ്ങനെ കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ ക്ലേ കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ, ലൈക്ക് ചെയ്യില്ലേ, ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.